ഹലോ, വെൽക്കം ബാക്ക്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സുഖമില്ലാത്തൊരു തരം കാലാവസ്ഥയൊക്കെ ആയിരുന്നു വീടായിട്ട്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഈ ഹോം ടൂർ വീടിൻ്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾ നമ്മളെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ പലർക്കും വരാൻ പറ്റില്ല മഴയുടെ സമയത്തൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിച്ചിരുന്നു ഹോം ടൂർ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കേസാണ്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയ വീട്, അതിൻ്റെ ചിലവ് കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കൂടി ഒരു വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ കുറേ വിചാരിക്കുന്നു. അപ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്കതങ്ങനെ ഡിലേ ആയി പോയി. അപ്പം ഇന്ന് ഇപ്പം വീട്ടിൽ ഉമ്മയും പെങ്ങളൊന്നുമില്ല. ഉമ്മയും പെങ്ങളും സൗദിയിൽ പോയതാണ്, ഉപ്പ പുറത്ത് പോയതാണ്, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്താണ് എന്നാൽ അതങ്ങ് തീർക്കാം എന്ന് വിചാരിച്ചത്. സോ എൻ്റെ ഹോം ടൂറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കാണാം, ബാ. ഇതാണ് നമ്മളുടെ വീട്. ഇതാണ് കയറി വരുമ്പം ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 2700 സംതിങ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് ഓവറോൾ എല്ലാ കോസ്റ്റും കൂടി കൂട്ടിയിട്ട് നമ്മളെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഇതും കൂടി കൂട്ടി 43 ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട്. അത് നമ്മളെ മേൽനോട്ടം കൊണ്ട് മാത്രമാണത്. കാരണം നോർമലി ഇങ്ങനത്തെ ഒരു വീട് ഒരു പുറത്തൊരു കോൺട്രാക്ടർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ റിക്വയർമെൻറ്റും എല്ലാ ഇതും അനുസരിച്ച് നോക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 70-80 സംതിങ് എങ്ങനെയായാലും വില വരണം. അങ്ങനെയാണ് നമ്മൾ പുറത്ത് എൻക്വയറി നടത്തിയ സമയത്ത് മനസ്സിലായത്. പിന്നെ നമ്മളെല്ലാം കൂലിക്ക് തന്നെയാണ് ചെയ്യിച്ചത്. ഓക്കെ, ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചുറ്റുഭാഗത്തൊക്കെ പണിയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടിയ കുറേ പൂക്കളൊക്കെ നമുക്ക് പണ്ടേ നല്ല താല്പര്യമുള്ള പരിപാടിയാണ് ഗാർഡനിങ് ഒക്കെ. അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് ഞാനും ഉമ്മയൊക്കെ കൂടി സെറ്റ് ചെയ്തതാണിത്. പിന്നെ ഇവിടെ ചെറിയൊരു കുളം കൊടുത്തിട്ടുണ്ട്. കുളമല്ല, നമ്മളെ പഴയ വേസ്റ്റ് ടാങ്ക് ഉണ്ടായിരുന്നു, അത് പൊളിച്ച് പകുതിക്ക് മുറിച്ചിട്ട് അതിൽ ഒരു ആമ്പലാണോ താമരയാണോ എന്തോ അതിലുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഫിഷിനെയൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിയാണ് കേട്ടോ. എനിക്ക് ഒന്ന് 160 രൂപ എങ്ങാണ്ട് ഒരു പീസിന് ഇത് കലാത്തിയ. അങ്ങനെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഇവിടെയുള്ള ഫാമിൽ നിന്ന് വാങ്ങിയാണ്. എനിക്കൊന്ന് മൊത്തം കൂടി ഒരു 7000 രൂപേൻ്റെ ചെടി അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിൽ കുറച്ച് ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഗതികേടിൻ്റെ പുറത്ത് ചെയ്തതാണ്. മുകളിൽ ചെറിയൊരു പോണ്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ട്. ആ നെറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. നമുക്കിവിടെ അങ്ങനെ കെട്ടി തൂക്കിയിട്ടതാണ്. ഓക്കെ, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ വാൾ നമ്മൾ ചുറ്റും അടിച്ച് അതിലോട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയും കൂടി സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഫ്യൂച്ചർ പരിപാടികൾ. മരി ഇത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പണ്ട് വെച്ച അത്തിമരാണിത്. നല്ല തണലും കണ്ട് മാത്രം വെച്ചതാണിത്. ഇത് കായൊക്കെ ആരൊക്കെ കൊണ്ടുപോയവരൊക്കെ ഉണ്ട്. പക്ഷേ നോർമലി കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ മീൻസ് ഒറിജിനൽ അല്ല എന്നുള്ളത്. എന്തോ നമുക്കെന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. ജ്യൂസ് അടിക്കാനും പച്ചയ്ക്ക് ഉപ്പേരി വെക്കാനൊക്കെ നല്ല സെറ്റപ്പ് സാധനം അത്. ഓക്കെ, ഇനി ഇവിടെ ടോപ്പിലൊന്ന് ടൈലൊക്കെ ഒട്ടിച്ച് ഇരിക്കാൻ പാകത്തിനാക്കി ലെവലാക്കി എടുക്കണം. ഇനി വീടിൻ്റെ അകത്തോട്ടുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ചെയറുണ്ട്. ഇത് ഉമ്മാൻ്റെ 10ാം ക്ലാസ് സുഹൃത്തുക്കളെ വക. പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കൊച്ചിൻ്റെ വണ്ടി, സ്റ്റീൽ ഡോർ, നല്ല ഹവായിയോ അങ്ങനെന്തോ ഹവായിൻ്റെ സ്റ്റീൽ ഡോറ്. എനിക്ക് തോന്നുന്നു 52,000 രൂപ എങ്ങാണ്ടാണ് ഇതിന് വരുന്ന MRP. നമുക്കിത് കിട്ടിയത് 43,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. 2 ഡോറുണ്ട്, ഒന്ന് മുകളിലും താഴെയായിട്ട്. 36 ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിട്ട് വന്നപ്പം. അകത്തോട്ട് കയറുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ ഉൾക്കാഴ്ച. ലിവിങ് ഉണ്ട്, നേരെ ഡൈനിങ്, പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ. വർക്ക് ഏരിയനോട് ചേർന്നിട്ട് തന്നെയാണ് വർക്ക് ഏരിയ വരുന്നത്. പിന്നെ ഇവിടെ 2 റൂം, ഒരു റൂം ഇവിടെ, ഒരു റൂം അവിടെ. പിന്നെ നേരെ ഇങ്ങനെ വരുമ്പം ഇങ്ങോട്ടൊരു റൂം. ഓക്കെ, ഇതാണ് ലിവിങ്. ലിവിങ്ങിൽ പറയുമ്പം
നമുക്ക് നല്ലൊരു സെറ്റി നമ്മളെ സുഹൃത്ത് തന്നെയാണ് ചെയ്തു തന്നത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ 49,000 രൂപയും കണ്ട് വില വരുന്നുണ്ട്. അത് നല്ല ക്ലോത്ത് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ ആൾ ചെയ്തു തരുന്നതാണിത്. ഓക്കെ, 33,000 രൂപയ്ക്കാണ് നമുക്കിത് ചെയ്ത് കിട്ടിയത്. ഇതെൻ്റെ സ്വന്തം പെങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണിത്. സ്പ്രിങ്ങാണ്, ഫോമാണ് ഒരു കണക്കിന് നല്ലത് തോന്നുന്നുണ്ട്. സ്പ്രിങ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും സെറ്റാണ്. ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഇത് നേരെ ഇവിടെയാണ് നമുക്ക് ടി വി വരുന്നത്. ടി വി നമ്മളിതുവരെ വാങ്ങിയിട്ടില്ല. ടി വി ഒന്നാമത് ടി വി കാണാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. പിന്നെ ഉപ്പയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ നല്ലൊരു ടി വി നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ ടി വി കാണുന്ന സമയത്ത് അത്യാവശ്യം കാലൊക്കെ നീട്ടി ഇരിക്കാം എന്നുള്ള സെറ്റപ്പിലാണ് ഇവിടെ മാത്രം ഇങ്ങനൊരു സെറ്റപ്പിൽ കൊണ്ടുവന്നത്. ഓക്കെ, അവിടെ ഹാൻഡ് റെസ്റ്റിന് ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത്, പിന്നെ ഇങ്ങനെ കോർണറിൽ. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു ടീപ്പോയി ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ 10ാം ക്ലാസ് സുഹൃത്തുക്കളെ വക. ഓക്കെ, പിന്നെ അടിയിലൊരു മാറ്റ് എനിക്ക് തോന്നുന്നു 2,800 രൂപേൻ്റെ മാറ്റ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവിടെ വരുമ്പം നമ്മളെ ടി വി യൂണിറ്റിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇതിനുള്ളിലൊക്കെ സാധനങ്ങൾ അതും ഇതൊക്കെ ആയിട്ടുള്ള വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ഒന്ന് ഓക്കെ, പിന്നെ വരുന്നതാണ് ഇപ്പം പുതിയതായിട്ട് കണ്ടുവരുന്ന സാധനമാണ് ഇത് പൈപ്പ്. എന്ത് പൈപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ടി വി ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ കുറേ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിലെടുക്കും. വയറൊന്നും പുറത്ത് കാണില്ല, ഡയറക്റ്റ് ഇവിടെ ഇത് കട്ട് ചെയ്യും ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ടി വിൻ്റെ ഇത് അതിലോട്ട് ഡയറക്റ്റ് ഇത് വരും. അപ്പോൾ നമുക്കിവിടെ ടി വിൻ്റെ ഫ്രെയിം നമുക്കിവിടെ കാണാനും പറ്റും. നേരെ താഴത്ത് നമുക്ക് കേബിൾ ഉപയോഗിക്കാനും റിമോട്ടും സ്റ്റെബിലൈസറോ ആ സാധനങ്ങളൊക്കെ അല്ല, അതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ലിവിങ്ങിൽ പറയാനുള്ളത് നമ്മുടെ ബൾബ്. ഇനി ഇവിടെ ഒരു ഹാങ്ങിങ് കൂടി വരാണ്ട്. ഹാങ്ങല്ല, അവിടെ ഇങ്ങനെ ഇതായി നിൽക്കുന്ന കുറേ തപ്പി എനിക്കൊന്നും വൃത്തിക്കുള്ള കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തില്ല. 4 എൻ്റെ പേരൊക്കെ എനിക്ക് മറന്നുപോയി. ഇങ്ങനത്തെ ഒരു 4 ബൾബ് വാങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു ബൾബിന് 320 തോന്നുന്നു, അങ്ങനെയാണ്. പിന്നെ ഇവിടെ നമ്മൾ എല്ലാ ലിവിങ്ങിൽ 4 കോർണറിൽ നമ്മൾ എന്ത് ചെയ്ത് സ്പീക്കറിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ടി വിൻ്റെ ഒരു കണക്ഷൻ എന്നുള്ള ടി വിയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ഡോൾബി സെറ്റപ്പിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലുള്ള പാർട്ടീഷൻ തിരിക്കുന്ന ആദ്യം നമ്മൾ ഇതുപോലെ ഇവിടെ ഈ ചെയ്ത പോലുള്ള പ്ലൈവുഡിൽ ചെയ്യാമെന്നാണ് വിചാരിച്ച് ഇങ്ങനെ. പക്ഷേ സംഗതി നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര കോസ്റ്റാണ് അതിന്. അത് അങ്ങനത്തെ ഒരു ഐറ്റം നമുക്കിവിടെ ചെയ്യുകയാണെങ്കിൽ പണിക്കൂലി അടക്കം എനിക്ക് തോന്നുന്നു ഒരു 80,000 രൂപേൻ്റെ അടുത്ത് വരും. അപ്പോൾ കുറേ ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രിയലിൻ്റെ 3/4 ഇഞ്ച് പൈപ്പാണ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ പൈപ്പ് എടുത്ത് അതിൽ നമ്മൾ മൊത്തമായിട്ടൊരു സാധനം സെറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിന് നമുക്കാകെ 9,000 രൂപ എങ്ങാണ്ടാണ് ഈ 2 സെറ്റിന് വന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇത് ബോക്സുകളെന്ന് വെച്ചാൽ ബോക്സ് നമുക്ക് നമ്മൾ മൊത്തം ഇൻറ്റീരിയറിൻ്റെ ഇതും ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോർഡ് റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ വർക്ക് കൊടുത്തത്. അപ്പം ബാക്കി വന്ന സാധനം കൊണ്ട് അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചതാണത്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ അത് സെറ്റായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വന്ന ചിലവ് ഈ ഇത് സ്ട്രക്ചറിന് മാത്രം 8 രൂപ, ബോക്സിൻ്റെത് സെപ്പറേറ്റ് ചില്ലറ പൈസയും കൂടി അതിൽ കാണേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മളെ ലിവിങ്ങിലെ പാർട്ടീഷൻ. അത് കഴിഞ്ഞ് പിന്നെ നേരെ വരുന്ന സമയത്ത് ഡൈനിങ് ടേബിൾ എൻ്റെ വളരെയധികം ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു. അത്യാവശ്യം പ്രീമിയം കാഴ്ചയിൽ അത്യാവശ്യം പ്രീമിയം സെറ്റപ്പിലുള്ളൊരു സാധനം തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ തൊട്ടപ്പുകുളം മീനാഴ്ച അടുത്ത് തന്നെ ബത്തേരി അടുത്ത് ഗൃഹ എന്ന് പറഞ്ഞ ഫർണിച്ചർ കടയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ ഫർണിച്ചറും അവിടെ തന്നെയാണ്. നമ്മളെ ഡൈനിങ് ടേബിളും ഇതും കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ ചെയർ മാത്രം ഒന്നിന് 5,800 രൂപയാണ് നമുക്കായത്. അങ്ങനെ 6 ചെയർ 30 ചില്ലറ രൂപയായി. പിന്നെ ഡൈനിങ് ടോപ്പ് എന്ന് വെച്ചാൽ ഇത് നമ്മളെ അടിയിലുള്ളത് നമ്മളുടെ പഴയ ഡൈനിങ് ടേബിളാണ്.
വെറുതെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വീട്ടിൽ ഉള്ള മിക്ക സാധനങ്ങളും ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം സെറ്റാക്കി എടുത്തിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പോളിഷ് ചെയ്യേണ്ട, അവസാന സമയത്ത് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അടിയിലത്തത് അങ്ങനെ. പിന്നെ മേലുള്ളത് മാർബിൾ ടോപ്പാണ്. എനിക്കൊന്ന് 6.5 3.5 to 6.5 അങ്ങനെ എന്തോ ഒരു കണക്കാണ് ഇതിന്. 9,000 രൂപയാണ് നമുക്ക് ഈ എന്തിനായത്, ഡൈനിങ് ടോപ്പിനായത്. സെറ്റായില്ലേ? പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണ് വാഷ് ബേസിൻ. അടിയിൽ അലൂമിനിയത്തിൻ്റെ ആണ് കൊടുത്തത്. ഇതിൽ കുറേ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒക്കെ മാറ്റാനുള്ളതാണ്. പിന്നെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, മിററും അത്യാവശ്യം വെളിച്ചം ഒക്കെ ഉള്ള സംഭവമാണ് ചെയ്ത് കണ്ടോ. തന്നിറക്കട്ടെ, ഇങ്ങനെ ഉണ്ടാവും. ആണ് നമ്മളെ മിററിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വെറൈറ്റി പെയിൻറ്റിങ് സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ അവസാന സമയത്ത് നമ്മളെ സുഹൃത്ത് തന്നെയാണ് പെയിൻറ്റ് ചെയ്തത്. ആളുടെ ഐഡിയയ്ക്ക് ഒരു സംഗതി സെറ്റാക്കാമെന്ന് വിചാരിച്ചാണ്, അങ്ങനെ ചെയ്തതാണ്. സംഗതി നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്, നല്ല അഭിപ്രായമുണ്ട് പെയിൻറ്റിന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിലെ ബൾബും ഈ പറഞ്ഞ പോലെ ഉള്ളിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ഈ ബൾബിൻ്റെ പേര് മറന്നുപോയി. ഇങ്ങനത്തെ ഒരു 4 എണ്ണം, എനിക്കൊന്ന് ഒന്നിന് 320 രൂപേൻ്റെ വില. പിന്നെ കോബ് ലാമ്പ് ഉണ്ട് മേലെ, ഒരു 3 എണ്ണമാണ് ഇവിടെ കൊടുത്തത്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയത്, നമുക്ക് ഡൈനിങ്ങിൻ്റെ സമയത്ത് അവിടെ വെളിച്ചമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നമ്മളിവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബൾബ് നോക്കിയിട്ട് അവിടെ നിന്ന് പോയിൻ്റ് ഒന്ന് ഇങ്ങോട്ട് നീട്ടിയിട്ട് കറക്റ്റിൽ കിട്ടി കഴിഞ്ഞാൽ എന്തായി, അവൻ ഭംഗിയായി. ഓക്കെ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ്ങിൽ നമ്മളുടെ പണ്ട് മുതലേ ഉള്ളൊരു സ്വപ്നമാണിത്. ഞാൻ എൻ്റെ ഒരു മിസ്സുണ്ട്, എന്നെ CA ഇൻ്ററിൽ പഠിപ്പിച്ച സ്മിത മാമിൻ്റെ വീട്ടിൽ ചെറിയൊരു പോണ്ട് ഞാൻ കണ്ടായിരുന്നു. അന്ന് എൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് ഈ സാധനം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണമെന്ന്. ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, ഓഫാക്കിയിട്ടാണ്. അങ്ങനെ ഇത് വേറൊന്നും വിചാരിക്കണ്ട, ഇത് നമ്മളിത് ഇവിടെ ഒരു 3 ആൾ ഇതിൽ കണ്ടമാനം മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ പുതിയൊരു പോണ്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് മാറ്റി. ഇത് ബ്രീഡിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് നേക്കൊന്നും എനിക്കറിയില്ല. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞത് വെച്ചിട്ടുള്ള സെറ്റപ്പിൽ ഞാൻ ഇവരെങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലോട്ട് ഈ മീനിൻ്റെ മുട്ട ഇതിലോട്ട് പിടിക്കും, പിന്നെ ഇതെടുത്തിട്ട് മാറ്റിയിട്ടാൽ മതി എന്നൊക്കെ കേട്ടിട്ടാണ് ഞാനിതുപോലെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഓക്കെ, എന്നാൽ വലിയ ഉപകാരവും. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ നമ്മളൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അവിടെ ഫുള്ള് ഒരു ഇൻഡോർ ഗാർഡൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് സംഭവം സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ പറ്റാത്തത് കൊണ്ട് അവിടെ വെച്ചതാണ്, പിന്നീട് ചെയ്യണം. ഇത് വാട്ടർ ഫൗണ്ടെയിൻ്റെ വരുന്ന ഇവിടെ സ്വിച്ച്. ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അതിൽ നമുക്ക് ഇവിടെയുള്ള റൂമൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ താഴെ റൂമിൽ, താഴെ ഇതിൽ ഒരു റൂം. സിമ്പിളായി ചെയ്തതാണ്. എനിക്ക് നമ്മളെ പഴയ കട്ടിലുണ്ട്, പഴയ കട്ടിൽ ബാക്കി വന്ന പ്ലൈവുഡ് വെച്ചിട്ട് എക്സ്റ്റൻഷൻ ഇട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നൊരു കട്ടിലിന് എനിക്ക് 2,000 രൂപേൻ്റെ ചിലവേ വന്നിട്ടുള്ളൂ. അതെങ്ങനെയാണെന്നൊക്കെ എന്നുള്ളത് അടുത്തൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാനിടാം. സിമ്പിളായിട്ട് ഇത്ര ചെയ്ത്. ഇവിടെ കർട്ടൻ ഉണ്ട്, ബ്ലൈൻഡ്. റോമനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. റോമനാകുമ്പോൾ ഒന്ന് ചിലവ് കൂടുതലാണ്. രണ്ടാമത്തത് നമ്മളിങ്ങനെ പൊക്കുന്ന സമയത്ത് നമുക്കത് ഫുള്ള് ഇതാക്കിയാലേ നമുക്ക് വെളിച്ചം കിട്ടുള്ളൂ. ഇതാകുമ്പോൾ കണ്ടോ, ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ഇങ്ങനെ വെളിച്ചം വരും. മറ്റത് റോമനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് മേലോട്ട് പൊക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ചെറുത് ബ്ലൈൻഡ് തന്നെ ചെയ്തു, ചിലവും ചുരുങ്ങി, കാര്യവും നടന്നു. പിന്നെ ഇത് പെങ്ങളക്കുട്ടിൻ്റെ തൊട്ടിൽ. ഓക്കെ, ഇത് ഉമ്മാൻ്റെ നിസ്കാര ഏരിയ. ഇവിടെ ഇങ്ങനെ വന്ന് പിന്നെ ഇത് ബാത്റൂമാണ്, ഇതാണ് ടോയ്ലറ്റ്. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെയാണ് രണ്ടാമത്തെ റൂം. ഈ പറഞ്ഞ പോലെ എല്ലാ റൂമിലും നിസ്കരിക്കാൻ സെറ്റപ്പ്. പണ്ട് നമ്മൾ ആദ്യത്തെ വീട്ടിൽ നിസ്കരിക്കാൻ റൂം തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒഴിവാക്കി. ഇത് പഴയ മേശയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ പറഞ്ഞാൽ ഇവിടെ ഒരു ജനൽ, അവിടെ ഒരു ജനലുണ്ട്, കട്ടിലുണ്ട്. പഴയ കട്ടിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ബൾബ് സെറ്റാക്കിയിട്ട് ഇവിടെ 2 തട്ടുണ്ട്. ഈ തട്ട് എന്ന് പറയുന്നത് ഒന്ന് മേലത്തെ ബാത്റൂം താത്തിയെടുത്താണ്. രണ്ടാമത് മേലത്തെ പ്ലാൻ സെപ്പറേറ്റ് പിന്നീട് വന്നതാണ്. അപ്പോൾ അത് താത്തിയെടുത്തപ്പം ആ ഒരു ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കണക്ഷൻ ഒരു റൗണ്ട് ഷേപ്പിലൊരു ഇൻറ്റീരിയർ സെറ്റപ്പ് ആക്കി. ഓക്കെ, പിന്നെ ഒരു അലമാര ഉണ്ട്. അലമാരൊക്കെ നമ്മളെ പഴയ വീട്ടിൻ്റെ സംഭവമാണ്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത റൂമെന്ന് പറയുമ്പം ഇതാണ് അടുത്ത റൂം. സെയിം ജനൽ, 2 ചെറിയ ജനൽ, ഒരു 3 പാളി പഴയ 2 അലമാര അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇത്ര തന്നെ. നല്ല വൃത്തിയില്ലേ? ഞാൻ മറ്റേ PCOD ഉള്ള ആളാണ്. PCOD അല്ലല്ലോ, OCD കുറച്ചുള്ള തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വൃത്തി ഭയങ്കര മസ്റ്റാണ്. പിന്നെ ഇങ്ങനെ വന്ന് ഇതാണ് കിച്ചണിൽ കുറച്ച് ചെയറൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. നമ്മളെ പഴയ ഫ്രിഡ്ജ് തന്നെയാണ്. മുകളിലൊരു എല്ലായിടത്തും ഉള്ളൊരു സംഭവം, അത് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഗുഹ, എല്ലാ സാധനം അതിനുള്ളിൽ കയറ്റി വെക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് അത്ര ചൂടില്ലാത്തതുകൊണ്ട് നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ, എന്താ UV പ്രൊട്ടക്റ്റഡ് എന്തോ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണിത്. മൊത്തം എനിക്ക് 1 ലക്ഷം രൂപ കോസ്റ്റ് വന്നു. അടിയിലുള്ള ഇത്, മേലത്തെ ഈ ഭാഗം, പിന്നെ പുതിയൊരു സംഭവം ഉണ്ട്, ഫ്രിഡ്ജ്, വെറൈറ്റി ഫ്രിഡ്ജ്. ഇതിനുള്ളിൽ ഗ്ലാസ്, അത് ഇത് അങ്ങനെ ഇങ്ങനെയുള്ള കണ്ടമാനം സാധനം പോകും. കാരണം തുറക്കുമ്പോൾ ഇങ്ങനൊരു ബേസ് ഇവിടെ കാണാം, അതോട്ട് വേറൊരു ബേസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇവിടെ വാഷ് ബേസ്. ഇത് ഉപയോഗിക്കലില്ല. ഈ കിച്ചൺ നമുക്കെപ്പോഴും ഒരു ഷോ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കലില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പം വർക്ക് ഏരിയ വൃത്തികുറവുണ്ടായിരിക്കും, കാരണം ഉമ്മല്ലാത്ത കാരണം നമ്മളാണ് കിച്ചൺ മാനേജ്മെൻറ്റും ഒക്കെ. ഇതൊരു സ്റ്റോർ റൂം, എല്ലാ സാധനങ്ങൾ. പിന്നെ കിച്ചണിൽ നമ്മൾ താഴെ ചുറ്റും ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഡോർ തന്നെയാണ്. സെപ്പറേറ്റ് എന്ന് പറയാൻ ഇത് മാത്രമാണ് ഒരു വെറൈറ്റിക്ക് ഉള്ളത്, ഈ സ്പൂണും കാര്യങ്ങളൊക്കെ ഇടാൻ. പിന്നെ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ ഇത് ഫുള്ളും ഗ്ലാസ്സിൽ ചെയ്തു. ഇത് നമുക്കിങ്ങനെ തുറക്കാം. ഇത് നേരെ അങ്ങനെ അതുപോലെ തന്നെ ഇത് 2 എണ്ണം 2 സൈഡിലേക്ക് തുറക്കുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്, ഇത് കാറ്റ് കയറാൻ. ഇവിടെയും കുറച്ച് ജനൽ. പിന്നെ മേലെയും സെയിം. പിന്നെ ഇവിടെ ഒരു കല്യാണ ടേബിളുണ്ട് ഭക്ഷണം കഴിക്കാൻ. പിന്നെ കിച്ചൺ, അടുപ്പ്, നമ്മളെ പഴയ അടുപ്പ് തന്നെയാണത്. അടി കുറച്ച് വിറക്, ഇങ്ങനെ ഇവിടെ വെളിച്ചത്തിനൊരു വകുപ്പുണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുക്കള ഭാഗമാണ് അവിടെ, പിന്നെ നോക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പം നമ്മൾ ചെയ്തത് നല്ല മഹാഗണി വുഡിലുള്ള സ്റ്റെയറാണ്. ഇൻഡസ്ട്രിയൽ സ്റ്റെയറില്ലേ, അടിയിൽ നമ്മൾ 8.8-ൻ്റെതാണ് തോന്നുന്നുണ്ട്, അതോ 6.6-ൻ്റെ പ്ലേറ്റ് അല്ല, മറ്റേ റാഡ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ 8 mm പ്ലേറ്റ് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് മരം ഇറക്കി അങ്ങനെ സെറ്റ് ചെയ്തതാണ് നമ്മളുടെ സ്റ്റെയർ കയറുന്നിടത്ത് തന്നെ നമുക്കൊരു വെൽക്കം പിക്ക് ഉണ്ട്.
ഇത് നമ്മളുടെ വീട്ടിൽ കൂടുതൽ ഇന്നാണെങ്കിൽ ഇന്ന് രാവിലെ ആണ് ഞാൻ ക്ഷണിക്കുന്ന ആളെ. തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ്. ആൾ ഫാമിലിയായിട്ട് വന്ന് എനിക്ക് തന്ന ഒരു പിക്ചറാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് മുകളിൽ ഗ്ലാസ് ഉണ്ട് വെളിച്ചത്തിനുള്ള, പിന്നെ ബൾബുണ്ട്. ബൾബ് നമ്മൾ ഏതാണ് ഇതിൻ്റെ സ്വിച്ച്? അത് 3-in-1 ആണ്. ഈ ഒന്ന് 9700 10,700 ഇതിന് റേറ്റ് ആയത്. ഇവിടെ നമ്മളിങ്ങനെ കയറുക. കയറുമ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന തോതിൽ തന്നെയാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തത്. ഓക്കെ, മേലെ വലിയൊരു ഹാളുണ്ട്. ഹാളിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഇവിടെ റൂം, ഇവിടെ ഇങ്ങനെ ലാഡർ. ഇതിലിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് വീഴുകയാണ് ചെയ്യുക. ഇത് ഭാവിയിലെ നമ്മളുടെ ചെറിയൊരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. മുകളിൽ 2 ഔട്ടുണ്ട്, 3 ഔട്ടുണ്ട്. ഒന്നത്, ഇത്, ഇവിടെ. ശരിയല്ലേ? ഇങ്ങനെ ഇത് മറ്റൊരു റൂം. ഇതിൽ പറഞ്ഞ പോലെ ഒരു കട്ടിലുണ്ട്, ഒരു അലമാറയുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു ജനൽ എടുത്തിട്ടുണ്ട്. താഴോട്ടുള്ള നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. ഈ ജനലെന്ന് പറയുന്നത് നമ്മൾ ബേ വിൻഡോ സെറ്റപ്പിലാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മളെ വീട് പണിയുടെ സമയത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപെടുന്നത്. ഓക്കെ, അപ്പം വേഗം അങ്ങനെ ചെയ്യിച്ചാൽ ഇത് ഒരാൾക്ക് ഇവിടെ കിടക്കാം. ഒരു കുഷ്യൻ ചെയ്യിച്ച് അല്ലേ. അങ്ങനെ തുറന്നാൽ അവിടെ ഇരുന്ന് നമ്മൾ ആ ഡോറ്, നേരത്തെ കാണിച്ച ഡോറ് അവിടെ തുറന്ന് ഇവിടെ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ വെക്കും. ഇവിടെ നമ്മൾ ഭാവിയിൽ ഒരു 1 ഇയറിനുള്ള നല്ല സെറ്റപ്പ് പരിപാടികളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ഒന്നും കൂടി അന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇവിടെ ബാത്റൂം, വെറൈറ്റി സാധനം കണ്ടോ? പേടിക്കണ്ട, ഇത് കൊച്ചിനെ കുളിപ്പിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഇതാണ് മുതലാളിൻ്റെ റൂം, മാസ്റ്ററിൻ്റെ ബെഡ്റൂം. ഇതാണ് എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയ, എൻ്റെ ഹൗസ് വാമിങ്ങിന് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റാണിത്. വേണ്ടപ്പെട്ട ഒരാൾ തന്നത്. ഇതാണ് നമ്മളെ ബെഡ്റൂം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലിയ റൂം വേണമെന്നുള്ളത്. മറ്റൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ റൂം എനിക്ക് തോന്നുന്നു 5-5 എങ്ങാണ്ട് റൂമായിരുന്നു ഞങ്ങളത്. അപ്പോൾ അതിലൊരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത സ്ഥിതി. അങ്ങനെ അപ്പം ഇപ്രാവശ്യത്ത് നേരെയായിട്ട് മാറ്റി. 280 സ്ക്വയർ ഫീറ്റോ അങ്ങോട്ടുണ്ട് തോന്നുന്നത്. ഇതൊരു വാം സെറ്റപ്പിൽ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നടുവിലെ കാണുന്ന തൂണില്ലേ, അത് ഫാനുള്ളതാണ്. ഇവിടെ ചൂടിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇതുവരെ ഫാനൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഫിറ്റ് ചെയ്യണം. പിന്നെ വരുന്ന വെളിച്ചം എന്ന് പറയുന്നത് ഇതാണ്. ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് നമുക്ക് എവിടേക്കും വേണം ഒന്നും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു മിററുണ്ട്, കറക്റ്റ് മിററിലോട്ട് കിട്ടാനുള്ള ഈ ഒരു ലെവലിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഒന്നുണ്ട് നമുക്ക് ടേബിളിലോട്ട് കിട്ടാനുള്ള. ഇനി പിന്നൊരു ബൾബാണ് ഇവിടെ. ഇത് ശരിക്കും അവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത് പാളിപ്പോയി. പിന്നീടാണ് ഈ വാർഡ്രോബ് ഇവിടെ വരുന്നത് മനസ്സിലാക്കിയത്. പിന്നെ ഒഴിവാക്കാൻ തന്നില്ല, അവിടെ തന്നെ കൊടുത്ത് കണക്ഷൻ. അപ്പം ഇങ്ങനെ പിന്നെ കുറച്ചും കൂടി ബൾബൊക്കെ ഉണ്ട്. സ്വിച്ച് അവിടെയാണ്. ഇത് താഴെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഐഡിയയിൽ നമ്മളെ പഴയ കട്ടിലും എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മളുണ്ടാക്കിയ കട്ടിലാണിത്. ഓക്കെ, ബൾബ്
ഇതാണ് ബൾബ്. അടുത്തത് കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഇപ്പോൾ വരുന്നത് ഫാനില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല. പിന്നുള്ളത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചുറ്റും. പിന്നെ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇവിടെ ഈ പറഞ്ഞ പോലെ 4 സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ കൊടുത്തിട്ടില്ല. മറ്റൊന്നല്ല, എനിക്കിവിടെ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്ടറിൻ്റെ ഇത് തൂക്കിയിട്ട് കിടന്നുകൊണ്ടൊരു ഇത് കാണാനൊക്കെ പാകത്തിനുള്ള സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ജനൽ ഇത് പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെ ഈ റൂമിൽ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ കിടക്കാമല്ലോ. അതുപോലെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു ലെവലിൽ കിട്ടും. ഓക്കെ, ഇത് പണ്ടത്തെ എൻ്റെ ക്യാമറ സ്റ്റാൻഡ്. പിന്നെ സിംഗിളായതുകൊണ്ട് തലയാണ ഒന്നേ ഉള്ളൂ, ഒരു പുതപ്പം. ഇത് വരുന്ന പെണ്ണിന് പുതുക്കിയാണുള്ളത്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, അവിടെ വെച്ച്. ഓക്കെ, പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെയർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രഹേന്ന് വാങ്ങിയ ചെയറാണ്. എനിക്ക് 5800 രൂപയ്ക്ക് കിട്ടിയ ചെയറാണ്. കിട്ടുന്ന സാധനമല്ലേ. പിന്നെ ഒരു JBL സ്പീക്കറുണ്ട്. ഇതാണ് പിന്നെ വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് പലരും നമ്മൾ ഈ കല്യാണം കഴിയാത്തതുകൊണ്ട് നമുക്കറിയില്ല ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് ഇത് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ലെവൽ കണക്കാക്കിയിട്ട് നമ്മൾ സ്ഥലത്തിന് ഇനി ഒരു പ്രശ്നം വേണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് വലുതായിട്ട് ഉണ്ടാക്കി അറേഞ്ച് ചെയ്തിടാനുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ ഇങ്ങനെ വലിയൊരു ഇതുള്ളതും. ഇപ്പുറത്ത് വരി വലിച്ചിട്ടുണ്ടോ? ഇല്ല, കറക്റ്റാണ്. ഇങ്ങനെ ഇതിൽ പിന്നെ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ഫയലും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഐറ്റംസൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വെക്കാൻ പറ്റിയ ഏരിയ. പിന്നെ ഇതിൽ വേറെ ചെയ്തത് ഇങ്ങനൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ അലക്കാനുള്ളതും അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞൊക്കെ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ മുകളിലൊരിത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങറും കൂടി ഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, തൂക്കിയിടാം. ഇനി അലക്കാനുള്ളതൊക്കെ ആണെങ്കിൽ താഴത്ത് ബക്കറ്റ് വെച്ചിട്ട് അതിലിട്ടാലും മതി. അപ്പോൾ ഒന്നും നമുക്ക് പുറത്ത് കാണില്ല. ആ ഒരു ലെവലിലേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇതാണ്. ഇത് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. നമുക്ക് ഈ സൈഡിൽ ഒരു മിറർ യൂണിറ്റ്, മേക്കപ്പ് സെറ്റ് അതൊക്കെ വരണം. അപ്പം വന്ന് കയറുന്ന പെണ്ണിൻ്റെ ഐഡിയക്ക് അവൾ സെറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു വിട്ട സ്ഥലമാണിത്. പിന്നെ ഇത് ലേഡീസ് സെറ്റാണിത്. ഓക്കെ, പിന്നെ മേലെ 2 ബർത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ഇത് മൊത്തമായിട്ടൊരു ബാത്റൂം ആയിരുന്നു ആദ്യം. ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെയുള്ള ബാത്റൂമായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്ത് അതൊരു ചുരുക്കി കുറച്ചു ചെറിയൊരു ബാത്റൂം കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് കർട്ടൻ ഏരിയ മാറ്റിയാലുള്ള സംഭവമാണ്. കർട്ടൻ എനിക്കൊന്ന് 23,000 രൂപ വന്ന് നമുക്ക് കർട്ടന്. ഇവിടെ ഗ്ലാസ്സാണ് നമുക്ക്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചമായി, ബൾബിൻ്റെ ആവശ്യമൊന്നുമില്ല. സംഗതി സെറ്റപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറം ലോകം കാണാം. ഓക്കെ, വീഡിയോ എടുക്കാൻ എല്ലാത്തിനും ഞാൻ ഒരാളായതുകൊണ്ടേ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാലുള്ള കാഴ്ച. ഇവിടെ നമുക്കൊരു ഔട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നമുക്ക് മുറ്റം കാണാം. ഇത് വേറൊന്നുമല്ല, ഇത് ശരിക്കും സിറ്റ് ഔട്ടിൻ്റെ ടോപ്പായിരുന്നത്. പക്ഷെ ഇങ്ങനൊരു പ്ലാൻ ഇവിടെ ഇല്ലായിരുന്നു. സെറ്റ് ചെയ്ത് വന്നപ്പം ഇവിടെ ഒരു കുളമാതിരിയാക്കി. അപ്പോൾ ഞാനൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാമെന്നുള്ള നിലയ്ക്ക് വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് രണ്ടാമത് ടൈലൊക്കെ ചെയ്തെടുത്ത സ്ഥലമാണിത്. അപ്പോൾ കുളിയൊക്കെ ഒരു പരിധി വരെ ഇതിലൊക്കെ കുളിക്കൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴത്തെ പോണ്ടിലുള്ള മീനുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിലോട്ടിട്ടു. ഇപ്പം പക്ഷേ എന്തേലും വന്ന് പിടിച്ചുകൊണ്ടാതിരിക്കാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടതാണ് ഈ വല. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ കാണിച്ചാൽ അപ്പുറത്തെ റൂമിലൂടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഉള്ള റൂമിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ നല്ല വെളിച്ചവും കാഴ്ചയൊക്കെ. ദിസ് ഈസ് ഹോം. ഇതാണ് ഇവിടെ നിന്നുള്ള ഔട്ട്. ഇവിടെ നിന്ന് വരുമ്പം ഇങ്ങനെ കാണാം. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇറങ്ങാം. ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം നമ്മൾ ജസ്റ്റ് എയറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇത്. പക്ഷേ എന്ത് ചെയ്യണം, നമുക്കൊരു ഫിൽറ്ററും കൂടി കൊടുത്താൽ നമുക്ക് വെള്ളം കൂടി ക്ലിയറായി കിട്ടുള്ളൂ. മീനിതിലുണ്ട്. നിലവിൽ മീനിനെ കാണുന്നില്ല. തീറ്റിട്ടെടുത്താൽ ചിലപ്പോൾ കിട്ടും. നോക്കാം. മീൻ സഖാക്കന്മാർ വന്നിട്ടുണ്ട്, നോക്കാം. ദേ വന്ന് ഇതാണ് പിന്നെ ഒരു ഔട്ട് വരുന്നത്. ഇത് ഓപ്പൺ ടെറസ്. ഇവിടെ ഈ മഴ കാരണം ആറിടാനിട്ടതാണ്. ഈ അലക്കിടാനൊക്കെ അയ കെട്ടിയിട്ടുണ്ട്. ഇത് ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് മാറ്റണം. ഇവിടെ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറക്കി ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ചെയ്യണം. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇതാണ് വീട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിന് മേലെ നിന്നുള്ള വ്യൂ. ആ കാണുന്നതാണ് ഫോറസ്റ്റ്, കുപ്പാടി ഫോറസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ മേലോട്ട് കയറാം. ഇതാണ് വീടിൻ്റെ ടോപ്പ് സൈഡ്. ഇവിടെയൊക്കെ നമുക്ക് വാട്ടർ പ്രൂഫൊക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മേലെ വാട്ടർ പ്രൂഫ് മീൻസ് എന്തോ ഒരു മറ്റേ ഡാം പ്രൂഫ് കോട്ടിങ്ങൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തണുപ്പ്, ചൂട് നല്ലപോലെ കുറയും, നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടിയുണ്ട്. വീട് പണി കഴിഞ്ഞ് ക്ഷീണമാണ്, അത് മാറിയാൽ ബാക്കി പരിപാടിയും കൂടി തീർക്കും. അപ്പുറത്തെ വീട്ടിൽ കണ്ടില്ലേ അതിൻ്റെ ടെറസ് ചെയ്തത്, അതുപോലെ നല്ല ചൂട് ഇറങ്ങുന്നത്, ചൂട് അതിൽ പിടിച്ച് നിർത്തുന്നതാണ്. നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മളുടെ വീട്ടുവിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, പുതിയ വീഡിയോസുമായിട്ട് വീടിൻ്റെ ഓരോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പോണ്ടിൻ്റെ ആണെങ്കിലും ഈ പറഞ്ഞ ഗ്ലാസ്, കർട്ടൺ, ഇങ്ങനത്തെ ചിലവുകൾ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, സംഗതി താല്പര്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെല്ലടിക്കാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.